നീ കടയൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സ്ക്യൂസ് മീ, ഹാഫ് അൽഫാം വേണമായിരുന്നു. ലേറ്റ് ആവോ? ഒരു 10 മിനിറ്റ് എടുക്കും. 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഞാൻ ദോശ ഉണ്ടാക്കി തരില്ലായിരുന്നു. എനിക്ക് അൽഫാം മതി. ഐസ്ക്രീം വേണം. മറ്റേത് ഐസ്ക്രീം വേണം. ഐസ്ക്രീം വേണ്ട. ഈ വിറ്റോളിങ്ങനെ വിട്ടാൽ ശരിയാവൂല. ഇന്നാട്ടിലെ ആമ്പിള്ളാരുണ്ടെന്ന് ഇന്നെങ്കിലും അവന് കാണിച്ചു കൊടുക്കും. നീ വാ. ഓക്കെ, ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കി തരാട്ടോ. ഏതാടാ ഈ കൊച്ച്? ഇതിനെ കൊണ്ടെന്താണ് പരിപാടി? എവിടെ നിന്ന് മുക്കിയതാടാ ഇതിനെ? ഇതാ കോളനി താമസിക്കുന്ന കുതിരയുടെ. അവളെ കുറിച്ചുള്ള കഥകളൊക്കെ അറിയുന്നുണ്ട്. നല്ല പരിപാടിക്കാരിയാണെന്നാ കേട്ടെ. ഓർഡർ ക്യാൻസൽ ചെയ്ത് കൂട്ടോ. അങ്ങനെ പോയാലോ? അവിടെ നിക്കടി അവിടെ. സ്മൂത്ത് ആണല്ലോ സംഭവം. അവന് ദേഷ്യം വരുന്നുണ്ടോടാ? കൊച്ചിന് ചിക്കൻ മേടിച്ചു കൊടുത്തിട്ട് പോടി. അമ്മ അഴിഞ്ഞാടി നടക്കാണെന്ന് കരുതി കൊച്ചിനും കൂടെ നടക്കേ നീ. കൊള്ളാലോ. നീ ആണാണോ പെണ്ണാണെന്നോ സംശയം നാട്ടുകാർക്കുണ്ട്. അതിന്ന് തീർത്തിട്ടെന്ന കാര്യം. അഴിക്കടി അങ്ങോട്ട്. തിരിഞ്ഞടി കാണട്ടെ. എന്താ കണ്ടില്ലെന്ന് പറയുന്നത്? എന്താടാ ഇവിടെ എന്താ പ്രശ്നം? നിനക്ക് ചെവി കേട്ടൂടെ? പറഞ്ഞ Help me, please. Help me, sir. ഞങ്ങൾ ചുമ്മാ 2 എണ്ണം വീശി വരായിരുന്നു സാറേ. റോഡിൽ ഇവള് ഒരു അൽഫാം വാങ്ങിച്ചു കൊടുത്താ കൂടെ വരാന്ന് പറഞ്ഞു. മാത്രല്ല സാറേ, ഈ കൂട്ടിനെയും കൂടെ തരാന്ന് പറഞ്ഞു. സാർ, ഇവരാണ് സാർ കുഴപ്പമുണ്ടാക്കിയത്. താൻ ആ കൊച്ചിനെ ഇതിന്റെ അടുത്തുനിന്ന് മാറ്റിയെടുത്തി. ഇങ്ങോട്ട് മാറി നിൽക്കടി. അവള് പേടിക്കും. വരാനല്ലേ പറഞ്ഞത്? നിന്റെ അപ്പനും അമ്മയോ ആരോളടി ഒന്ന് വിളിക്കാൻ? എനിക്ക് ആരുമില്ല സാർ. നീ ആകാശത്ത് പൊട്ടി മുളച്ച് വീണാണോ? ഗൾഫിലായിരുന്നു തോട്ടക്കരയിലെ ഫിലിപ്പ സാർ ഇതിന്റെ തന്ത. ആ ഫിലിപ്പ് സാറിന്റെ നമ്പർ ഒന്ന് ഒപ്പിടുത്. എന്നിട്ട് ഇവിടെ വരെ ഒന്ന് വരാൻ പറ. എനിക്കൊന്ന് സംസാരിക്കണം. What for? He has nothing to do with this. അത് ഞാൻ തീരുമാനിച്ചോളാം. കേട്ടോടേ. അമ്മ എത്തി. ഇമാതിരി സാധനങ്ങളുടെ കൂടെ കൊച്ചിനൊറ്റയ്ക്ക് വിടുമ്പോ ശ്രദ്ധിക്കേണ്ട പെങ്ങളെ. എന്താ സാർ ഇഷ്യൂ? നിങ്ങളുടെ മോളെ ഇവർക്ക് കുറച്ചു നേരം കൊടുക്കാന്ന് പറഞ്ഞു. ഈ പുന്നാര മോൻ. How dare you? നിങ്ങൾ കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പൊക്കോ. ഞാൻ വിളിക്കുമ്പോ വരണം. പൊക്കോ. സാർ, ഇവളിങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പുണ്ടല്ലേ? നിന്റെ കിട്ടിയ നമ്പർ എത്ര? ഇത് നമ്പറല്ലേ? സാർ വേണ്ട സാർ. നമ്പർ ഓടി. 9847163734. അതാ കിട്ടിന്റെ പേരെന്താ? മധു. ആ മധു, ഞാൻ മുട്ട എസ്.ഐ കുഞ്ഞിപ്പാലോ. നിങ്ങളുടെ ഭാര്യയും മകളും മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവർ ഇപ്പൊ സ്റ്റേഷനിലുണ്ട്. ചെറുതല്ലാത്തൊരു പ്രശ്നം. ചെന്നൈയിലാണല്ലേ? അവിടെ ഉണ്ട്, സംസാരിക്കും. ഹലോ. ജോവി മോളെ ഒറ്റയ്ക്കാക്കി പോയിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല നിന്നോട്? ഒറ്റയ്ക്കായിരുന്നില്ല മധു, മേരി ഉണ്ടായിരുന്നു. അത് തന്നെ ഉദ്ദേശിച്ചത്. അതിനൊന്നും കൂടെ താമസിപ്പിക്കരുതെന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലേ ഞാൻ? ഒരു കാര്യം പറഞ്ഞ് കേൾക്കരുത്. നോൺസെൻസ്.
അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനൊന്നും വിലയില്ലല്ലോ നിനക്ക്. ഈ തോന്നിവാസം ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മധു, പ്ലീസ്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗും ഇല്ല. നീ ഇപ്പൊ തന്നെ മോളെ വിളിച്ചോണ്ട് വീട്ടിൽ പോ. ഐ ഹാവ് നത്തിങ് മോർ ടു സേ. മധു, നീ വീട്ടിൽ ചെന്നിട്ട് വിളിക്കും, അല്ലെങ്കിൽ വിളിക്കണ്ട. അപ്പൊ ഡാഡി പറഞ്ഞ പോലെ മോളെയും കൂട്ടി അമ്മ പോവാൻ നോക്ക്. ഇതിന്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇനിയെങ്കിലും മക്കളെ സൂക്ഷിച്ചു വളർത്ത്. എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായോ? പൊക്കോ. എന്തേ പോകുന്നില്ലേ? എന്നീ കഥ പിന്നെയും മാറും. ഓ കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശേ SI ആയിട്ട് നീ ഇതിന്റെ അകത്ത് ഒന്ന് കയറുന്നല്ലെന്ന് പറഞ്ഞത്. ഇപ്പൊ എന്തായി? വിധി അല്ലതെന്തു പറയാ. സാറേ, ഇവന്റെ അപ്പം ഫിലിപ്പ് പോരും. ഞാനൊന്ന് വിളിച്ച് വരട്ടിയിട്ടുണ്ട്. ആ വരട്ടെ. ഇതിന് ഈ കോലത്തിൽ ലോകകപ്പിലിട്ട പുലിവാല ഓടോ? പിന്നെ പാവാടിയും ബ്ലൗസും ജെട്ടിയും ബ്രേസറും ഒക്കെ ഹുക്കും എലാസ്റ്റിക്കുവാ. എങ്ങാനും കെട്ടി തൂങ്ങി ചത്തു കഴിഞ്ഞാൽ നമുക്ക് പണിയാവും സാറേ. അല്ല, ഇതിപ്പോ എന്താ വേണ്ടത്? ആണുങ്ങളടങ്ങ ജെട്ടിയുടെ മുകളിൽ നിർത്താം, പെണ്ണുങ്ങളടങ്ങ തൊടാനും പാടില്ല. എന്താ വേണ്ടടി? നിന്നെ ആണായിട്ട് കാണണോ പെണ്ണായിട്ട് കാണണോ? എന്നെ പോലുള്ളവർക്ക് മാത്രം ഒരാണിന്റെയും പെണ്ണിന്റെ മനസ്സ് ഒരുപോലെ കാണാൻ പറ്റുന്നു. നിനക്ക് ഇത്രയൊക്കെ ആയിട്ടുള്ള അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ നോക്ക് സാറേ. അഹങ്കാരം ആണിന്റെ അല്ലേ? അപ്പൊ ജെട്ടിയിട്ട് നിർത്താം. ഇത് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. അയ്യോ, സാറിന് അറിയാഞ്ഞിട്ടാ. റെക്കോർഡ് പ്രകാരം ആണുങ്ങളെ ജെട്ടിയിട്ട് നിർത്താം. പെണ്ണാണെന്നതിന് രേഖയൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പൊ ജെട്ടിയിട്ട് നിർത്താം. അഴിക്ക്. ആ അഴിച്ചോ. എന്തൊക്കെയാ നീ ഇതിനകത്ത് പണിത് വെച്ചിരിക്കുന്നതെന്ന് ഞങ്ങളൊന്ന് കാണാം. ഒന്ന് ചെന്ന് സഹായിച്ചു കൊടുക്കും. നമ്മൾ തൊട്ട് വേറെ വല്ല മുതലാവും. കൈമാറ്റടി, കൈമാറ്റാൻ പറഞ്ഞ മനസ്സിലാവില്ല.